ഹലോ, നമുക്കിന്ന് ഷോൾഡർ 14, ചെസ്റ്റ് 37, വെയ്സ്റ്റ് 33, ഹിപ്പ് 37, ഇറക്കം 40 എന്നീ അളവുകളിലുള്ള ചുരിദാറാണെന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ചുരിദാറിൻ്റെ വേരിയേഷൻസൊക്കെ കറക്റ്റ് ചെയ്യാം. ഇതുപോലെ ഞാൻ കറക്റ്റ് ചെയ്തൊരു ലൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു മഞ്ഞ കളറാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് 43 ഇഞ്ച് നമുക്കിതുപോലെ മുകളിലേക്ക് വരച്ചു കൊടുക്കാം. ഓപ്പണായ സൈഡിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ച് ഈ ലൈനിലാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഇതുപോലെ ഓപ്പൺ വശത്താണ് നമ്മൾ ചുരിദാറിൻ്റെ താഴ്ഭാഗമൊക്കെ അടയാളപ്പെടുത്തിയത്. ഈ ഫോൾഡഡ് വശത്തു നിന്നാണ് നമ്മൾ കൈക്കുള്ളതൊക്കെ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഷോൾഡർ 6.5 ഇഞ്ച്, ഷോൾഡർ തന്നെ കൈക്കുഴി, അത് നമ്മൾ ഡൗൺ ചെയ്ത് ഇതുപോലെ വരയ്ക്കുക. വേരിയേഷൻ വരാണ്ടിരിക്കാൻ ഞാൻ ഇതുപോലെ ലൈനിൽ നിന്ന് താഴേക്കും 6.5 എടുത്ത് ഇതുപോലെ നമ്മൾ നീട്ടി വരച്ച്. ഇനി നമുക്ക് 37നൊപ്പം 4 ആഡ് ചെയ്ത് അതിൻ്റെ 4 ഭാഗം 10.25, അതിൻ്റെ ഒപ്പം 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ചെയ്തത് കൈക്കുഴി വരയ്ക്കുന്നതാണ്. 1.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ വരച്ച് ഇതുപോലെ കൈക്കുഴി വരച്ചെടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴേക്ക് വെയ്സ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ ഞാൻ തയ്ക്കുന്ന ആൾക്ക് 13.5 വേണം വെയ്സ്റ്റ് ലെങ്ത്ത്. വെയ്സ്റ്റ് ലെങ്ത്തിൽ നിന്ന് നമുക്ക് വെയ്സ്റ്റ് റൗണ്ട് 33നോടുകൂടി 2 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ 35. 35 ഹരണം 4, അപ്പോൾ എനിക്ക് 8.5 കിട്ടി. അപ്പം അത് മെറ്റീരിയലിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിട്ട്, പിന്നെ ഹിപ്പ് 10, 37ആണ്. 3 ഇഞ്ച് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് 40, അതിൻ്റെ 4 ഭാഗം 10, നമ്മൾ പിന്നെ 1 ഇഞ്ചും കൂടി തയ്യൽ തുമ്പിട്ട്. നമുക്കിപ്പോൾ ഹിപ്പ് റൗണ്ട് ടോട്ടലി 11 കിട്ടി. അതിനോട് 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 12 നമ്മൾ താഴേക്ക് വരയ്ക്കണം. അടിവശം നമ്മുടെ ഹിപ്പ് എത്രയാണോ അതിനോടുകൂടി 1 ഇഞ്ചാണ് നമ്മൾ താഴേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലിറ്റ് തയ്ച്ച് വരുമ്പോൾ ചുളുങ്ങിയൊക്കെ പോകും. ഇനി നമ്മളിത് താഴേക്ക് ഡൗൺ ചെയ്ത് വരയ്ക്കാം. അപ്പം ഞാൻ വരച്ച് അതിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കൈക്കുഴിയൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വെയ്സ്റ്റിൻ്റെ അവിടെ ഹിപ്പൊക്കെ വെയ്സ്റ്റിൽ 2 ഇഞ്ചും ഹിപ്പും 3 എടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ വണ്ണവും ബ്രസ്റ്റ് സൈസൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ 2 ഇഞ്ചൊക്കെ ആഡ് ചെയ്യാൻ. ഇത്തിരി സാധാരണ കൂടുതൽ ബ്രസ്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ വെയ്സ്റ്റിൻ്റെ ഒരു 3 എടുക്കണം. അതുപോലെ തന്നെ ഹിപ്പ് നന്നായിട്ട് വയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു 4 ഇഞ്ച് തന്നെ അഡീഷണലായിട്ട് എടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഓപ്പണായ വശത്തുനിന്ന് ഞാൻ ഇതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി നമ്മൾ അറ്റത്തുനിന്ന് ഒരു 8.5 ഇഞ്ച് ഇതുപോലെ സ്ട്രെയിറ്റ് വരച്ച് അവിടെ നിന്ന് താഴേക്ക് ഒരു 2.5 ഇഞ്ച് 2-2.25 ഒക്കെ താഴേക്ക് ഡൗൺ ചെയ്ത് അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് വരച്ച്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൈക്കുഴി വെട്ടി വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് അടയാളപ്പെടുത്തി. അപ്പോൾ എനിക്ക് 10.5 കിട്ടി. നമ്മൾ ഷോൾഡർ പിടിക്കുമ്പോൾ 4 ഇഞ്ച് പോകും, അപ്പോൾ 10.25. നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി നമുക്ക് പോയിൻ്റ് ചെയ്ത് താഴേക്ക് സ്ലീവ് റൗണ്ട് 5, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ച് ഇനി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഞാൻ ആ വരയിൽ കൂടി തന്നെ കറക്റ്റായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് മെറ്റീരിയൽ നമുക്ക് വേരിയേഷൻ എല്ലാം മാറ്റാം. ഇത്തിരി ഏങ്കോണിച്ചാണ് എൻ്റെ മെറ്റീരിയലൊക്കെ നിന്നത്. അത് ഞാൻ കറക്റ്റ് ചെയ്തെടുത്ത് ഇതുപോലെ മെറ്റീരിയലിൻ്റെ അറ്റത്ത് നമ്മൾ ചുരിദാർ പീസൊക്കെ കൊണ്ടുവന്നിട്ട് കറക്റ്റ് ചെയ്തെടുക്കുന്നതാണ്. തുണി വലിച്ചൊന്നും പിടിക്കരുത്. ഇതുപോലെ പൊക്കി നമുക്ക് കറക്റ്റ് ചെയ്ത് മെറ്റീരിയൽ ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. തുണിക്ക് ചുളുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. അടിയിലത്തെ മെറ്റീരിയലും ലൈനിങ് പീസ് എല്ലാം നന്നായിട്ട് കറക്റ്റ് ചെയ്ത് പിടിക്കുക. മെറ്റീരിയൽ ഒരിക്കലും വലിച്ചു പിടിക്കരുത്. നമുക്ക് ആ ഹിപ്പിൻ്റെ അടുത്ത ഷേപ്പൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം.
കൈക്കുഴിയും കൂടി നമുക്ക് കട്ട് ചെയ്ത് തീർക്കാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സ്ലോവിൽ തന്നെ ഇട്ട് വീഡിയോ എടുക്കുന്നത്. നമുക്ക് സാധാരണ തയ്യൽക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകും. പക്ഷെ തുടക്കക്കാർക്ക് സ്പീഡിലിട്ടാലൊന്നും മനസ്സിലാവില്ല. നമ്മളിപ്പോൾ ബാക്ക് പീസ് മാറ്റിയിട്ടിട്ടുണ്ട്. നമുക്കിനി കൈക്കുഴി, ഫ്രണ്ടിലത്തെ കൈക്കുഴി നമുക്കൊന്ന് കുഴിച്ച് വെട്ടാം. ഒരു 1/2 ഇഞ്ചോളം ഡൗൺ ചെയ്ത് നോക്കി ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ബ്രസ്റ്റിൻ്റെയൊക്കെ അവിടെ ഇങ്ങനെ ചുളുങ്ങി നിൽക്കില്ല, കക്ഷക്കുഴിയുടെ അടുത്തൊക്കെ നമ്മൾ ഇതുപോലെ കൈക്കുഴിയൊക്കെ ഇച്ചിരി കുഴിച്ച് വെട്ടണമെങ്കിൽ അവിടെയൊക്കെ നല്ല ഷേപ്പിലായിട്ട് നിൽക്കും. ഇതുപോലെ നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് പേപ്പർ ക്യാൻവാസ് ഇതുപോലെ മടക്കി നമുക്കൊരു 1 ഇഞ്ചും കൂടിയുള്ള നെക്ക് വിഡ്ത്തുള്ള നെക്കാണ് നമ്മളിപ്പോൾ വരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതുപോലെ തന്നെ ക്യാൻവാസിലേക്ക് 1 ഇഞ്ചും കൂടി അഡീഷണലായിട്ട് ആഡ് ചെയ്ത് ഇതുപോലെ നെക്ക് വിഡ്ത്തും താഴേക്ക് 6.5 ഇഞ്ചും അടയാളപ്പെടുത്തി ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഒരു സ്ക്വയർ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ സ്ക്വയർ ചെയ്തതിൻ്റെ ഉള്ളിലാണ് നമുക്ക് നെക്ക് വരയ്ക്കേണ്ടത്. ഞാൻ ഇതുപോലൊരു ആലിലല്ല, ഇതുപോലൊരു ഷേപ്പിലാണ് ഞാൻ നെക്ക് വരയ്ക്കണത്. ഇനി നമുക്ക് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ വരച്ച് വെട്ടിയെടുക്കാം. ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ വെട്ടിയെടുക്കാം. പേപ്പർ ക്യാൻവാസ് ഇപ്പോൾ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പിലും കറക്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാം. വെട്ടുമ്പോൾ ഒരു സ്ലോവിലൊക്കെ നമുക്ക് വെട്ടണം. നല്ല കത്രികയൊക്കെ ആണെങ്കിൽ പോയിൻ്റ് ചെയ്ത് വെട്ടുമ്പോൾ ചിലപ്പോൾ തുമ്പൊക്കെ കൊണ്ട് ഇത്തിരി കീറി വെട്ടലൊക്കെ പറ്റാറുണ്ട്. ഇത്തിരി സ്ലോവിൽ അതൊക്കെ വെട്ടിയെടുത്താൽ മതി. നമുക്കിനി അതൊന്ന് ഒരു തുണിയിലേക്ക് നമുക്ക് തേച്ചെടുക്കാം. ഞാനിപ്പോൾ നെക്ക് വിഡ്ത്ത് തുണിയിലും ഒന്നും കൂടി അഡീഷണലായിട്ട് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ക്യാൻവാസ് വെച്ച് കറക്റ്റ് ചെയ്ത് വെച്ച് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അയൺ ചെയ്യുന്ന സമയത്ത് ചൂടൊക്കെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലിടണം. കൂടിക്കഴിഞ്ഞാൽ പേപ്പർ സ്റ്റിഫ് ഒട്ടി അങ്ങോട്ട് പോകും. അതിന് ശേഷം നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ തുണി കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് അതിൻ്റെ അരികൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമുക്ക് ലൈനിങ് മെറ്റീരിയലും ചുരിദാറിൻ്റെ ഒറിജിനൽ മെറ്റീരിയലും കൂടി നമുക്ക് ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കക്ഷത്തിൻ്റെ പോർഷനിൽ ഞാൻ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഞാനിത് ഷോൾഡറിൻ്റെ അവിടെ നമ്മുടെ മുകളിലാണ് ചെയ്തത്. തുണിയൊക്കെ വലിച്ച് പിടിക്കാണ്ട് ഇങ്ങനെ വെച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിക്ക് മുമ്പ് ഞാൻ ലൈനിങ് തുണിയുടെ അടിഭാഗം അടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ ഇച്ചിരി ഗ്യാപ്പ് ഇടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷേപ്പൊക്കെ ചെയ്ത് ഹിപ്പിൻ്റെ അവിടെ ഇതുപോലെ പോയിൻ്റ് ചെയ്ത് നിർത്തി പിന്നീട് സ്ട്രെയിറ്റ് ചെയ്ത് ഇതുപോലെ താഴേക്കൊക്കെ അടിച്ചെടുക്കാം. തുണിയെ മറച്ചെടുത്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നല്ല മെറ്റീരിയലും ലൈനിങ് മെറ്റീരിയലും കൂടി ഒന്നിച്ച് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം ഞാൻ അടിച്ചെടുക്കുകയാണ് കേട്ടോ. നേരത്തെ അടിക്കാൻ മറന്നു പോയിരുന്നു. ഇനി ബാക്ക് പോർഷനിലേക്കുള്ള ലൈനിങ് മെറ്റീരിയലും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം തുണി നിവർത്തിയിട്ട് ഇതിലേക്ക് ബാക്ക് പീസ് കറക്റ്റ് ചെയ്ത് വേരിയേഷൻസ് ഒന്നും ഇല്ലാണ്ട് വെക്കുക. എന്നിട്ട് അതുപോലെ വൃത്തിക്ക് നമുക്ക് അടിച്ചെടുക്കാം.
ആ ഹിപ്പിൻ്റെ ആ പോയിൻ്റ് ഇതൊക്കെ നമ്മൾ ഇതുപോലെ നിർത്തണം കേട്ടോ തയ്ക്കുമ്പോൾ. എന്നിട്ട് താഴേക്ക് വരച്ചെടുക്കാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ബാക്ക് പീസും അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കുള്ള മെറ്റീരിയൽ എടുക്കാം. എന്നിട്ട് നമുക്ക് നെക്ക് വിഡ്ത്ത് ക്യാൻവാസിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ 3ഉം 1 ഇഞ്ചും കൂടി കൂട്ടി അടയാളപ്പെടുത്തി, 1 ഇഞ്ചല്ല 1 പോയിൻറ്റും കൂടി 3.1 നമുക്ക് 2 സൈഡിലേക്ക് അത് അടയാളപ്പെടുത്തി ഇതുപോലെ സെൻറ്റർ രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്യാം. അത് നമ്മൾ സെൻറ്റർ ആദ്യം ജോയിൻറ്റ് ചെയ്യണത് നമ്മൾ കഴുത്തടിക്കണ സമയത്തൊക്കെ തെന്നിപ്പോകാണ്ടിരിക്കാനായിട്ടാണ്. ആദ്യമായിട്ടൊക്കെ ചെയ്യണവർ ഒരു സേഫ്റ്റി പിൻ കുത്തി വെച്ചൊക്കെ തയ്ക്കണം, നല്ലതായിരിക്കും. ഇപ്പോൾ എനിക്ക് തെന്നിപ്പോവില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ. ഇനി നമുക്ക് കഴുത്ത് നമ്മൾ ആ പേപ്പർ ക്യാൻവാസിൻ്റെ കറക്റ്റ് പോർഷനിൽ കൂടി അടിച്ചെടുക്കാം. സെൻറ്റർ എത്തുമ്പോഴൊക്കെ കുത്തി നിവർത്തി മെറ്റീരിയൽ തിരിച്ചെടുത്ത് ഇതുപോലെ നമുക്ക് നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നെക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 4 ഇഞ്ച് വിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ചെറിയ കട്ടിങ്സ് ഇടാം. തയ്യലിലൊന്നും കൊള്ളാണ്ട് ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് 4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കട്ടിങ്സ്. എൻ്റെ കത്രികയ്ക്ക് ഇത്തിരി മൂർച്ച കുറവാണ് പോയിൻ്റ് ചെയ്ത് വെട്ടാനായിട്ട്. അതാണ് ഞാനിങ്ങനെ വെട്ടുന്നത്. എനിക്ക് തുമ്പിൻ്റെ അവിടെ ഇച്ചിരി മൂർച്ച കുറവാണ്. ഇതുപോലെ ചെറിയ കട്ടിങ്സൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നമുക്ക് തിരിച്ചിടാൻ പറ്റും. ഇനി നമുക്ക് നെക്കിൻ്റെ ആ ഷേപ്പിൽ ഒന്ന് പേപ്പർ ക്യാൻവാസിലേക്ക് ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഉള്ളിലേക്ക് ഇതുപോലെ വെക്കാം. നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒന്ന് നമുക്ക് കൈയും കൊണ്ടൊക്കെ ഒന്നത് ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കണം. ഇത് നമുക്കിനി പതിപ്പിച്ച് തയ്ച്ചെടുക്കാം. നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫിനിഷ് ചെയ്ത്. നമുക്കിനി ബാക്ക് പീസ് എടുത്ത് നമ്മൾ ഫ്രണ്ടിന് ഒരു 3ഉം 1 പോയിൻറ്റും കൂടെ എടുത്ത് അപ്പം നമുക്ക് അതിനേലൊരു 4 ഇഞ്ച് കൂടി കുറവ് ബാക്കിൽ അടയാളപ്പെടുത്താൽ മതി. കാരണം നമ്മൾ മറ്റേ ക്രോസ് പീസൊക്കെ ഇട്ട് തയ്ച്ച് വരുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ വേരിയേഷൻ വരും നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെടുത്തതിലും ഒരു 4 ഇഞ്ച് കുറവ് അടയാളപ്പെടുത്തി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ 2.25 അടയാളപ്പെടുത്തി ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് അതിന് ശേഷം ക്രോസ് പീസ് കറക്റ്റ് ചെയ്തെടുത്ത് നമുക്കിനി ബാക്ക് പീസിലേക്ക് ഈ ക്രോസ് പീസ് അടിച്ചെടുക്കാം. ക്രോസ് പീസ് എല്ലാവർക്കൊക്കെ വെട്ടാൻ അറിയാമായിരിക്കുമല്ലേ. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ക്രോസ് പീസ് വെട്ടണത് എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ വിട്ടുപോയി. നമുക്കിനി തുണിയിലേക്ക് ക്രോസ് പീസ് തയ്ച്ചെടുക്കാം. ക്രോസ് പീസ് ഒരിക്കലും വലിച്ചു പിടിക്കരുത്. നമുക്ക് പയ്യെ അതുപോലെ ഇങ്ങോട്ട് വെച്ച് കൊടുത്ത് തയ്ച്ചാൽ മതി. ഇനി നമുക്ക് ഫ്രണ്ട് ബാക്കും കൂടി ഇതുപോലെ വെച്ച് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. നമ്മൾ ബാക്ക് പീസിലേക്ക് ഇതുപോലെ ഫ്രണ്ട് വെച്ച് കൊടുത്ത് ക്രോസ് പീസ് ഇങ്ങനെ മടക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഷോൾഡർ നല്ല വൃത്തിക്ക് കിട്ടും. കണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രണ്ട് പീസിനേലും ഫ്രണ്ടിൽ വരച്ചതിനേലും ഒരു 4 ഇഞ്ച് കുറയ്ക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് ലെവലിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ ആ വേരിയേഷൻ വരും. നമുക്ക് വേരിയേഷൻ ഒന്നും ഉണ്ടായില്ല. നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ഷോൾഡറും അതുപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ലൈനിങ് എനിക്കൊരു ഇച്ചിരി കൂടിയിപ്പുണ്ട്. നമുക്കതൊക്കെ
ഷോൾഡർ നിവർത്തിയിട്ടിട്ട് വേരിയേഷൻസ് ഒക്കെ ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഷോൾഡർ അടിച്ചെടുത്ത് നമുക്കിനി മെറ്റീരിയൽ നിവർത്തിയിട്ടതിന് ശേഷം ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാം. ഇനി ഞാൻ നമ്മുടെ സ്ലീവ് കൂട്ടണേണ്. ഞാൻ ഷോൾഡറിൻ്റെയും പിന്നെ സ്ലീവിൻ്റെ സെൻറ്റർ കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ സ്ലീവ് എപ്പോഴും കൂട്ടാറ്. ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു കറക്റ്റ് ചെയ്തിരിക്കും കിട്ടാറ്. ഇനി അതുപോലെ തന്നെ നമ്മൾ കൂട്ടി കൊടുത്തൊന്ന് തിരിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. വേരിയേഷൻസ് അങ്ങനെ വരാറില്ലെങ്കിലും ഞാൻ ആ രീതിയിലാണ് പഠിച്ചാക്കണത്. രണ്ട് മെറ്റീരിയലിൻ്റെയും ഷോൾഡറിൻ്റെയും സെൻറ്റർ കണ്ട് ഇതുപോലെ ജോയിൻ്റ് ചെയ്താണ് ഞാൻ ഇപ്പോഴും എടുക്കാറ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ എനിക്ക് വേരിയേഷൻസ് ഒന്നും വന്നിട്ടില്ല, കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൊരു പഠിച്ച മെത്തേഡ് ഉണ്ടാവുമല്ലോ, അതിൽ കൂടി ചെയ്യുമ്പോഴേ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണുള്ളൂ. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇപ്പുറത്തെ സ്ലീവും ജോയിൻ്റ് ചെയ്തെടുക്കാം. രണ്ടിൻ്റെ ഷോൾഡർ ഇതുപോലെ സെൻറ്റർ കണ്ട് ഇതുപോലെ ഒരു സൈഡിലേക്ക് എടുത്ത് നമുക്ക് മെറ്റീരിയൽ തിരിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. രണ്ടടിപ്പ് കൊടുക്കണം കേട്ടോ എപ്പോഴും. തുടക്കക്കാർക്കൊക്കെ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇപ്പം ഞാൻ മെറ്റീരിയലിൻ്റെ സ്ലീവ് മടക്കി തയ്ക്കണേണ്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളനുസരിച്ചാണ് നമുക്ക് വീഡിയോകളിൽ എന്തെങ്കിലും ചേഞ്ചസൊക്കെ നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. അപ്പം നിങ്ങളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമ്പോൾ നമുക്കതനുസരിച്ച് ഓരോ വീഡിയോകളും നമുക്ക് ബെറ്ററാക്കി എടുക്കാൻ പറ്റും. നമുക്കിനി മെറ്റീരിയൽ ജോയിൻ്റ് ചെയ്യാം. നമുക്ക് ബോഡി പോർഷൻ കൂട്ടണേണ്. കൈയുടെ അറ്റം നമ്മൾ ഇതുപോലെ കൂട്ടി നമ്മൾ ചെസ്റ്റ് പോർഷൻ ഇതുപോലെ തന്നെ 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി നമ്മൾ ഇതുപോലെ ഷേപ്പിൽ തയ്ച്ചെടുക്കണേണ്. വേസ്റ്റിൻ്റെ അവിടെ ഒന്ന് നമ്മൾ നേരത്തെ കട്ടിങ്ങിൻ്റെ സമയത്ത് ഒന്ന് വിട്ടില്ലേ, അതുതന്നെ അത് നമ്മളിതുപോലെ മെറ്റീരിയൽ തിരിച്ചിട്ടതിന് ശേഷം ഒന്നും കൂടി ഒരടിപ്പും കൂടി ഇട്ട് കൊടുക്കണേണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്ക് സ്ലീവ് കൂട്ടി ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വേസ്റ്റ്, ഇനി ഹിപ്പ്. ഇനി നമുക്ക് സ്ലിറ്റ് അടിച്ചെടുക്കാം. മെറ്റീരിയൽ ഇതുപോലെ ലെവൽ ചെയ്ത് പിടിച്ചതിന് ശേഷം 1/4 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് നമുക്ക് ഒന്നും കൂടി ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി സ്ലിറ്റ് അടിച്ചെടുക്കാം. തുണി ചുളുക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം അടിക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ നമ്മുടെ സ്ലിറ്റിൻ്റെ എഡ്ജ് എത്തുമ്പോൾ ഇതുപോലെ മെറ്റീരിയൽ നന്നായിട്ട് വിരിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് ചുളിവൊക്കെ മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതുമ്മ കയറി അടിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ അഴിക്കേണ്ടിയൊക്കെ വരും. ഇതുപോലെ നമുക്ക് വേരിയേഷൻസൊക്കെ ഒന്ന് മാറ്റി സ്ലിറ്റ് ഇതുപോലെ കുത്തി നിർത്തി മെറ്റീരിയൽ ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം സ്ട്രെയിറ്റ് ഇപ്പുറത്തെ തുണി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഈ അറ്റത്തേക്ക് ഇട്ടടിക്കുക. അതിനുശേഷം താഴേക്ക് സൂചി കുത്തി നിർത്തി അറ്റം വരെ ഫിനിഷ് ചെയ്തെടുക്കാം.
ഇപ്പുറത്തെ വശം അതുപോലെ തന്നെ സ്ലിറ്റ് അടിക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി 1 ഇഞ്ചും കൂടി ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് ആ സ്ലിറ്റിൻ്റെ പോർഷൻ ഇങ്ങനെ അറ്റത്തെത്തുമ്പോഴേക്കും ഇതുപോലെ മെറ്റീരിയൽ വിരിച്ചൊക്കെ ഇട്ട് ഇതുപോലെ കുത്തി നിർത്തിയതിന് ശേഷം തുണി ഇതുപോലെ കറക്റ്റൊക്കെ ചെയ്തെടുക്കുക. ഇതുപോലെ താഴേക്ക് നമുക്ക് ഫിനിഷ് ചെയ്ത് വയ്ക്കാം. ഞാൻ പറയുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. നമ്മൾ ആദ്യമൊക്കെ ചാനലൊക്കെ തുടങ്ങി ഇതുപോലെ നമ്മൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നമുക്കത് പറയുമ്പോൾ നമുക്കത് ഒരു പിടുത്തം കിട്ടില്ല ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ. പോകെ നമുക്കിതൊക്കെ ശരിയാക്കാം കേട്ടോ. ഇനി നമുക്ക് ചുരിദാറിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കി തയ്ക്കാം. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് നല്ലൊരു സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട്. അത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിലൂടെയും കമൻ്റായിട്ടും ലൈക്കായിട്ടൊക്കെ എനിക്ക് ഇനിയും തന്നെ കമൻറ്റുകളൊക്കെ നിങ്ങൾ അറിയിക്കണം. എൻ്റെ വീഡിയോ കണ്ടത് നിങ്ങൾ തയ്ക്കണമെങ്കിൽ അതും ഒന്ന് അറിയിക്കണം. ഇപ്പം ഞാൻ ബാക്ക് പോർഷനിൽ ടക്കിട്ട് കൊടുക്കണേണ്. ഇതുപോലെ സെൻറ്ററിൽ നിന്ന് 3.5 ഇഞ്ച് 2 സൈഡിലേക്ക് വരച്ച് ഷോൾഡറിൽ നിന്ന് താഴേക്ക് 9, ഇപ്പുറത്തെ ഷോൾഡർ അതുപോലെ തന്നെ താഴേക്ക് 9 ഇഞ്ച് വരച്ച് നമ്മൾ ആ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തില്ലേ, ആ ലൈനിൽ കൂടി സ്ട്രെയിറ്റ് താഴേക്ക് ഒരു 9. നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷൻ വന്നത് എനിക്കൊരു 10ലായിരുന്നു. അപ്പം ഞാൻ 1 ഇഞ്ച് മുകളിലേക്ക് ഇട്ട് 9 ആണ്. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ താഴേക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കാണാം. ഇതുപോലെ ടേപ്പ് ഫോൾഡ് ചെയ്ത് സെൻറ്ററിൽ അടയാളപ്പെടുത്തി അവിടെ നിന്നൊരു 1/4 ഇഞ്ച് ആ സെൻറ്ററിൽ നിന്ന് 2 വശത്തേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കണം. ഇങ്ങനെ വരച്ച് നമ്മൾ ടക്ക് ഇടുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് ബാക്കിൽ കിട്ടും. അതുപോലെ തന്നെ സെൻറ്റർ കണ്ട് സെൻറ്ററിൻ്റെ അപ്പുറത്ത് 2 വശത്തേക്കും 1/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്ക് ഈ നമ്മൾ മാർക്ക് ചെയ്ത ആ രീതിക്ക് തന്നെ ഇത് മടക്കണം. ഇതുപോലെ മെറ്റീരിയൽ മടക്കി ടക്കിട്ട് കൊടുക്കുക. ആ നമ്മൾ വരച്ച വരയിൽ കൂടെ തന്നെ അടിച്ചാൽ മതി. അപ്പോൾ നല്ല ബാക്കൊക്കെ കാണാൻ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും ടക്കൊക്കെ. ഇപ്പുറത്തെ സൈഡും ടക്ക് അടിച്ചെടുക്കുക. ഇതുപോലെ മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ടക്കൊക്കെ അടിച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കഴുത്തൊക്കെ ഹെമ്മിങ്ങൊക്കെ ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട സ്ലിറ്റിൻ്റെ വരെയൊക്കെ ചുളി ഒന്നുമില്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. താങ്ക്സ്.